ഉറക്കത്തിൽ നിന്നും രാത്രി പെടുക്കാൻ പോയപ്പോ സാമാനത്തിൽ ചെലന്തി കടിച്ചതിന്റെ പേരിൽ ഒരുത്തം സ്പൈഡർമാനായി. രാത്രി ഐസ്ക്രീം നക്കിക്കൊണ്ട് നടക്കണതിന്റെ ഇടയ്ക്ക് ആ വഴിക്ക് തൂറാൻ പോയ ഏതാ വവ്വാലും ഐസ്ക്രീമിന്റെ മണ്ടയ്ക്ക് അപ്പിയിട്ടതും ചേർത്ത് നക്കി കുടിച്ചതിന്റെ പേരിൽ വേറൊരുത്തം ബാറ്റ്മാനും ആയി. എന്ന ഈ വെടിക്കഥകൾക്ക് ശേഷം നിങ്ങൾ കേൾക്കാൻ പോകുന്ന പുതിയ സൂപ്പർ ഹീറോന്റെ കഥ. ജട്ടി ഇട്ടതിന്റെ പേരിൽ സൂപ്പർ ഹീറോ പട്ടം കിട്ടിയ നോർത്ത് ഇന്ത്യൻ വാണം ഹീറോ, ഫ്ലൈയിങ് ജെറ്റ് അഥവാ പറക്കും ജെട്ടി. ഹീറോ പാൻറ്റി എന്ന കോണാത്തിലെ കൊണച്ച കൊണാപ്പിന് ശേഷം പുലിയെണ്ണം പണിയ അടുത്ത അളിഞ്ഞ അപരാധ തോന്നിയാസം. കോലം കൊണ്ട് മജീഷ്യൻ സാമ്രാട്ടും എന്ന നാട്ടിലിറങ്ങി കഴിഞ്ഞാൽ സകല ഊക്കു എരന്ന് വാങ്ങുന്ന ഒരു ഊക്കു വണ്ടിയാണ് ഈ ഊമ്പിയ സൂപ്പർ ഹീറോ. അതെ, അത് ഞാനാണ്, ഞാൻ തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. ആണുങ്ങളൊന്നുമില്ല, അമ്മച്ചിമാരൊന്നുമില്ല. എന്തിന് പാതിരാത്രി റോട്ടി കിടക്കുന്ന കൊടിച്ചു പട്ടികൾ ഒരു അണ്ണനെ ഓടിച്ചിട്ട് ഊക്കിക്കൊല്ലും. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഈ പടത്തിന്റെ ഡയറക്ടറിന്റെ ആധാർ കാർഡിലെ പേരാണ് രമേഷ് ഗോപി. നിർത്ത്, ഇതാ ഗോപിയല്ല. ഈ പുള്ളിക്കാരൻ അടിസ്ഥാനപരമായി കേരളത്തിൽ വേരുണ്ടെങ്കിലും അങ്ങ് വടക്കോളി വാണങ്ങളുടെ ഇടയിലൊന്ന് എസ്റ്റാബ്ലിഷ് ആവാൻ വേണ്ടി പുള്ളി സ്വയം ഇട്ട പേരാണ് റമോ ഡിസൂസ. പേരാണ് പടത്തിൽ നക്ഷത്രം ഇട്ടിരിക്കുന്നത് ബോളിവുഡ് ഉർവശി അമൃത സിംഗ്, പഠിപ്പി ജാക്കിലിൻ ചേച്ചി, വണ്ടി കടുവയണ്ണൻ. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് നോർത്ത് ഇന്ത്യയിലെ ഒരു നദിയുടെ അടുത്ത് ഫാക്ടറി പണിയാനുള്ള വ്യാമോഹമായിട്ട് വരുന്ന ഈ ഇഞ്ചിക്കുന്നിനെ കാണിച്ചുകൊണ്ടാണ്. എന്തായാലും അത് മുളയിലെ ആ നാട്ടുകാരങ്ങ് നുള്ളി. കാരണം വേറൊന്നുമില്ല, നദിക്കരയിലുള്ള മരം അവർക്ക് ദൈവതുല്യമാണ്. പക്ഷെ അതൊക്കെ കേട്ട് ഈ പണക്കാരൻ വാണത്തിന് ഈഗോ അടിച്ചതോടുകൂടി ആ മരം മുറിക്കാൻ വേണ്ടി രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്നും 200 സെന്റിമീറ്റർ പൊക്കമുള്ള ഒരു ഗുണ്ടയെ ഇറക്കുമതി ചെയ്യുന്നു. അപ്പൊ ഗുണ്ട എന്ന് വെറുതെ പറഞ്ഞാൽ പോരല്ലോ, എന്തേലും ഒന്ന് കൊഴിപ്പിക്കണ്ടേ. സോ ഗുണ്ടയുടെ ഗുണ്ട് എൻട്രിയാണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ അവനെ അടിക്കുക ഏതാ ഒരുത്തം മരുഭൂമിയിലോട്ട് വെള്ളമായിട്ട് തലയിൽ തൊപ്പിയും കയ്യിൽ കുറെ കുറുവടിയായിട്ട് കുറെ എണ്ണത്തിനെ നോക്കി പിടിച്ചോണ്ട് അങ്ങോട്ടൊന്ന് കയറി കൊടുക്കും. എടാ, അവനൊന്ന് ആഞ്ഞു വാളി വിട്ട് കഴിഞ്ഞാൽ നീ ആ മണലിൽ ഉരുകി നിന്നു പോകും. അത്രയുള്ള അവന്റെ അടുത്താണ് ഈ കുറുവടി എടുത്ത് മുണ്ടും പൊക്കി ഓടിച്ചെന്നത്. ആ എടുത്ത് പൊക്കല്ലാൻ അവന്റെ 10 വളി പോയി കാണും. അപ്പോൾ ആ വെള്ളം ഇട്ടുകൊണ്ട് വന്നവന്മാരെയൊക്കെ കാലേ വലിച്ചു കയറി അവന്മാരെ കൊണ്ടുവന്ന കുറുവടി എടുത്ത് അവന്റെയൊക്കെ കോണാത്തി കുത്തി കയറ്റിയിട്ട് മരം മുറിക്കാൻ വേണ്ടി അണ്ണന്റെ ആക്സോ ബ്ലേഡ് എടുത്തുകൊണ്ട് നേരെ മരത്തിന്റെ മൂട്ടി എത്തുമ്പോഴുണ്ട് മഴയത്ത് മരത്തിന്റെ ചോട്ടിൽ മൂക്കിന്റെ ഇടയിൽ എന്തിനാ മുക്കറി ഇട്ടുകൊണ്ട് കടുവേണ്ണ അവിടെ നിൽക്കണം. നീ എവിടെ വന്ന മരഭൂതമേ? മരം മുറിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് കടുവേണ്ണന്റെ കിടുങ്ങാൻ മണിക്ക് 2 കൊടുത്തിട്ട് മരം മുറിക്കാമെന്ന് വെച്ചപ്പോണ്ട് പെട്ടെന്നൊരു മിന്നലടിച്ച് മൊട്ടയണ്ണനെ പൊക്കിയെടുത്ത് ഏതാ ചാണകത്തിന്റെ മണ്ട കൊണ്ടങ്ങിടും. ഈ ഇടി നടക്കണതിന്റെ ഇടയ്ക്ക് മരത്തിലുള്ള ലോഗോ വന്ന് പുലിയണ്ണന്റെ മുതുകത്ത് പതിഞ്ഞത് കൊണ്ടാണ് അണ്ണൻ അന്ന് മുതൽ സൂപ്പർ ഹീറോ ആവുന്നത്. ഒരുത്തന്റെ ഉണക്കമുന്തിരി അടിച്ച് പൊട്ടിച്ചിട്ടാണോടാ കോപ്പയിരുന്ന് വയലിൻ വായിക്കണത്. ഇതും സൂപ്പർ ഹീറോ പവർ ആയിരിക്കും അല്ലയോ? അങ്ങനെ അവിടുന്ന് ഉപ്പൂറ്റി ഒന്ന് പെടലി കടിക്കണ രീതിയിൽ ഓടി തള്ളി വീട്ടിൽ എത്തിയപ്പോഴുണ്ട് ഷറഫുദ്ദീൻ അണ്ണന്റെ അനിയൻ ചെന്ന് ബോളിവുഡ് ഉർവശിയുടെ കഥകളെല്ലാം വിവരിക്കുന്നത്. അങ്ങനെ സ്വന്തം മോന് സൂപ്പർ ഹീറോ പവർ കിട്ടിയതിന്റെ സന്തോഷത്തിൽ അവരൊരു ചുരിദാറും തലപ്പാവും തച്ച് സൂപ്പർ ഹീറോ കളിക്കാൻ വേണ്ടി റോട്ടിലോട്ട് പറത്തി വിടുന്നു. പക്ഷേ ഈ സൂപ്പർ ഹീറോയുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുകളിലേക്ക് പറക്കാനുള്ള ശക്തി പാവത്തിന് കിട്ടിയിട്ടില്ല. നാട്ടുകാരെ രക്ഷിക്കാൻ നടന്ന് ആ നാട്ടിലെ സകല എണ്ണത്തിന്റെ ഊക്കു വാങ്ങി കിളിഞ്ഞ സൂപ്പർ ഹീറോ ഡസ്പടിച്ച് വീട്ടിയിരിക്കുമ്പോഴാണ് ആ ഏരിയയിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കള്ളര് കയറുന്നത്. അങ്ങനെ ഫസ്റ്റ് വിഷന് വേണ്ടി പറന്ന് ലാൻഡ് ചെയ്യുന്ന പോലീസുകാരന്റെ ജീപ്പിന്റെ ബോണറ്റിന്റെ മണ്ടയ്ക്ക്. ആ ബെസ്റ്റ്, ഇവൻ സൂപ്പർ ഹീറോ തന്നെയാടേ. പോക്ക് കണ്ടപ്പോഴത്തേക്കും തീട്ടം പോയവന്റെ. ഞാൻ പേടിച്ച് തൂറിയതിന്റെ സർട്ടിഫിക്കറ്റും ഉണ്ട്. അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ അവിടെയുള്ളവന്മാരെ തുരത്തി കുറെ ഫാൻ ബേസ് ഉണ്ടാക്കി അവിടെ നിന്ന് പറന്നു പോകും. പുറത്ത് സൂപ്പർ ഹീറോ പണിയാണെങ്കിൽ വീട്ടിന്റെ അകത്ത് ആശാൻ ഇതാണ് പണി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചേട്ടന്റെ ചുരിദാർ എടുത്തിട്ടുണ്ട് അനിയ റോട്ടി ഇറങ്ങി പട്ടി ഷോ കാണിക്കാൻ പോയത്. ഈ സൂപ്പർ ഹീറോ വാണത്തിന് നല്ല വെള്ളി വെളിച്ചത്തിലാണ് ടിവിയിലും ആ ഏരിയയിലും ഒക്കെ കാണിക്കണത്. എന്നിട്ട് ഒരു നീല ചുരിദാറും എടുത്തിട്ട് മൂക്കിന്റെ മണ്ടയ്ക്ക് ഒരു നീല കോണാനും എടുത്ത് ഫിറ്റ് ചെയ്ത് വന്നപ്പോൾ ആൾക്കാർ വന്നങ്ങ് പൊതിയാണ്. ഇതിന്റെ ഇടയ്ക്കാണ് ബോളിവുഡ് ഉർവശി ഇതിന്റെ ട്വിസ്റ്റ് പൊളിക്കാൻ ഇടയിൽ കയറി വരുന്നത്. ഫ്ലൈയിങ് ജെറ്റിന്റെ ശക്തി പരീക്ഷിക്കാൻ വേണ്ടി തേങ്ങ കവളി മടലും കൊണ്ട് അറിഞ്ഞിട്ട് അവസാനം തോക്ക് വരെ എത്തുന്നു. കറക്റ്റ് സമയത്ത് പുലിയെണ്ണം ചാടിയൊന്ന് നടുക്ക് യേശുക്രിസ്തുവിനെ പോലെ നിന്നതുകൊണ്ട് ആ പാവപ്പെട്ട പടമാവാതെ രക്ഷപ്പെട്ടു. അപ്പോഴാണ് മുന്നിലടിച്ച് ചാണാത്തി കുമിഞ്ഞ വില്ലൻ യൂസ് പോയ പഴയ ചിട്ടി റോബോയെ പോലെ ഇങ്ങനെ ഓഫീസ് വന്ന് കയറി പുലിയണ്ണനെ പ്ലക്കാനുള്ള പുതിയ നമ്പർ ഇറക്കണത്. അങ്ങനെ പുതിയ ജാക്കറ്റൊക്കെ ഇട്ട് പച്ചക്കറി കടയിൽ ആട്ടിറച്ചി വാങ്ങാൻ വന്ന പുലിയണ്ണനായിട്ട് അടുത്ത അടി. അങ്ങനെ വീണ്ടും അടി കൊണ്ട് തൂറി മെഴുകി മോലാളിയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴാണ് വേറൊരു കാര്യം അറിയണത്. സാധാരണ സൂപ്പർ ഹീറോസിനൊക്കെ കള്ളും ഫുഡും ഒക്കെയാണ് വീക്ക്നെസ് എങ്കിൽ ഈ കാളയ്ക്ക് വേസ്റ്റ് ആണ് വീക്ക്നെസ്. അതങ്ങനെ ഒരു ചവറോളി വില്ലൻ. ഈ ഇഞ്ചിക്കുന്തനെ പോലെ വേറൊരു പൊട്ടിയാണ് ഈ പടത്തിൽ കാണുന്നത്. ഈ പെണ്ണുപിള്ള വെളിച്ചത്തിൽ ഇത്ര അടുത്ത് നിന്ന് വന്നാലും രാത്രി മോന്തലൊരു നീല കോണായിട്ടോണ്ട് വന്നു കഴിഞ്ഞാൽ ഈ പെണ്ണുപിള്ളക്ക് ഈ പൊട്ടനെ മനസ്സിലാവില്ല. അങ്ങനെ ഇടി കൊണ്ടതിന്റെ ചെനപ്പ് തീർക്കാൻ വീണ്ടും ഫുൾ പവറിൽ വന്ന മൊട്ട എണ്ണ ഇത്തവണ പുലിയെണ്ണനെ പ്ലക്കി പരിപ്പെടുക്കുന്നു. മൊട്ടക്കിഷ്ടം തീട്ടമാണല്ലോ. സോ ഈ നാട്ടിൽ മുഴുവൻ പൊല്യൂഷൻ ഉണ്ടാക്കി അതിന്റെ വേസ്റ്റ് നിന്ന് സൂചിച്ച് ജീവിക്കാമെന്നാണ് പ്ലാൻ. അങ്ങനെ പരിക്ക് പറ്റിയ പുലിയെണ്ണന്റെ ചുരിദാറും എടുത്തിട്ടുണ്ട് ഈ തീട്ടേഷനെ അടിക്കാൻ പോയ ഇവന്റെ തീട്ട എണ്ണം പുഷ്പം പോലെ തീർക്കുന്നു. കട്ടവനെ കിട്ടാത്തോണ്ട് കിട്ടിയവന്റെ കോണാൻ കീറി എറിഞ്ഞതിന്റെ സന്തോഷത്തിൽ ഒരു സൈഡിൽ സൂപ്പർ ഹീറോ കളിച്ച് സ്വന്തം കൂടപ്പറപ്പിനെ നഷ്ടപ്പെട്ടാൻ വേറൊരു സൈഡിൽ
അങ്ങനെ ഭൂമിയിലെ ഇടി വേണ്ടാന്ന് വെച്ച് നേരെ ബഹിരാകാശത്തൊക്കെ പോയി ഇടി കൊണ്ടു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആ മിസൈലും ചവിട്ടി പൊട്ടിച്ച് മൊട്ടത്തലേന്റെ കൊട്ടയടിച്ച് തെറ്റിച്ചതിന് ശേഷം ബംഗാളി ഹീറോ ഭൂമിയിലോട്ട് വരുന്നതോടുകൂടി പടം. ഈ പടം തിയേറ്ററിൽ നിന്നും നേരെ എങ്ങോട്ട് പോകുമെന്ന് സിനിമയിൽ തന്നെ കാണിച്ചു തന്ന ഡയറക്ടർ ബ്രില്യൻസ് ആരും കാണാതെ പോകരുത്.